മൈഗ്രെയിൻ തലവേദന മാറ്റിയെടുക്കാനായിട്ട് സർജറി ചെയ്യാൻ ഒരുങ്ങുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ആ തീരുമാനമെടുക്കുക. സാധാരണയായിട്ട് മൈഗ്രെയിന് ഒരു മൂലകാരണം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ പല ആളുകളും ENT സർജൻസിനെ സമീപിക്കാറുണ്ട്. ഇത്തരത്തിൽ നേസൽ പോളിപ്പ് ഉണ്ടെന്നും അതല്ലെങ്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റമും നേസൽ ടെർമിനേറ്റ്സ് എൻലാർജ്ഡ് ആണെന്നും എന്നുള്ള കാരണമെല്ലാം കാണിച്ച് അവയ്ക്കെല്ലാം സർജറികൾ നിർദ്ദേശിക്കാറുമുണ്ട്. ഇവയെല്ലാം സർജിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ തന്നെയും ഇത്തരത്തിൽ സർജറി കൊണ്ട് റിമൂവ് ചെയ്യാവുന്ന കാര്യങ്ങൾ മാറ്റിയത് കൊണ്ട് മാത്രം ആളുകളുടെ തലവേദനകൾ പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണുന്നില്ല. സർജറി കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ നിങ്ങൾക്ക് മൂക്കിലൂടെ ശ്വാസം വലിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമാകും എന്നുള്ളത് സത്യം തന്നെയാണ്. മൂക്കിലുള്ള അടപ്പ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത്തരത്തിൽ നേസൽ പോളിപ്പോ അഡിനോയിഡ്സോ അതുമാത്രമല്ല ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം കാരണമല്ല മൂക്കിൽ അടപ്പും സൈനസൈറ്റിസ് പോലത്തെ രോഗങ്ങളും ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സ എടുക്കുന്നതാവും ഏറ്റവും ഉത്തമം. സർജറി കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും വളർന്നു വരുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും മൂലകാരണത്തിന് വേണ്ടിയുള്ള ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുകയും അവ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നതിനുള്ള ചികിത്സകൾ എടുക്കുന്നതായിരിക്കും ഉത്തമം. ഇത്തരത്തിലൊരു സർജറിക്ക് നിങ്ങൾ മുതിരുന്നതിന് മുന്നേ തന്നെ ഒരു വിദഗ്ധനായ ഹോമിയോപ്പതി ഡോക്ടറെ കാണിച്ചതിന് ശേഷം വിശദമായ പരിശോധനയിലൂടെ ഇത് എത്രത്തോളം ഹോമിയോപ്പതി മരുന്നിലൂടെ മാറ്റിയെടുക്കാനാവും എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയും അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം സർജറിയുടെ തീരുമാനം എടുക്കുകയും ചെയ്യുമല്ലോ. ഇത്തരത്തിലുള്ള സർജറികൾ കഴിഞ്ഞതിന് ശേഷവും വീണ്ടും തലവേദനയുടെ ഹിസ്റ്ററിയുമായിട്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ.